ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. മാടിവാളയിൽ താമസിക്കുന്ന ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ കാണാനെത്തിയപ്പോൾ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരാതി സ്വീകരിക്കാനോ മെഡിക്കൽ പരിശോധനയ്ക്കോ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും പെൺകുട്ടികളും സുഹൃത്തുക്കളും പറഞ്ഞു. മെയ് 12-ാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ റൂമിൽ പുറകിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ റൂമിലേക്ക് ഹൈനാസ് എന്ന് പറഞ്ഞ വ്യക്തി വരികയും അവർ തമ്മിലുള്ള സംസാരം നടക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു വയ്യായിക വന്ന് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ തുറന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ടർ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഹൈനാസ് എന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി മടിവാള സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തിരുന്നത്. ഈ ഹൈനാസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് ലോക്കൽ സപ്പോർട്ട് മടിവാളയിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു ഫ്രണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ആൾ വരികയും സ്റ്റേഷനിൽ വരികയും അതിനുശേഷം എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ നിർത്തിക്കുകയും മെഡിക്കൽ എടുക്കാൻ തയ്യാറാണ്, FIR ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ എടുക്കാൻ എന്നെ സമ്മതിച്ചിരുന്നില്ല. ഈ ത്രട്ടണിങ്ങും കാര്യങ്ങളും എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഹൈനാസിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയണത്, നിങ്ങൾ കേസിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ പൈസ കൊടുത്ത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും കൊല്ലും, നിങ്ങൾ കോംപ്രമൈസിന് നിന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കും, പീടി തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് ഭീഷണി നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ 9 ഗുണ്ടകൾ വന്ന് നമ്മളെ ആക്രമിക്കുകയും നല്ല രീതിയിൽ കടിക്കുകയും നമ്മളെ ഇനിയും മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ട് വരെ അവർ ഇതുവരെയായിട്ടും പിടിച്ചിട്ടുമില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. കുറക്കോ ഊണും ഇല്ലാണ്ട് നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് നീതിക്ക് വേണ്ടിയിട്ട്. പരാതിക്കാരെ പ്രതി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് നീ ആണ് കഴിച്ചാണെങ്കിലേ നീ വലിയ പടച്ചുവാണ്, പക്ഷെ പുറത്തു വന്നല്ലേ ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിലാണ് വിവരങ്ങളുമായി ചേർന്നത്. സജു, ഇത്ര വലിയ സ്വാധീനമുള്ള ആളാണോ ഈ പ്രതി? എന്താണ് ഇതിൽ പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടി? ദിൽന, ഏറ്റവും പ്രധാനമായിട്ടും ഇതുവരെയും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ കാര്യം. 12-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 13-ാം തീയതി രാവിലെ മടിവാള പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പരാതിക്കായി ചെന്നു. പക്ഷേ രാവിലെ 7 മണി മുതൽ വൈകിട്ട് രാത്രി 11 മണി വരെ പോലീസ് സ്റ്റേഷനിൽ തുറന്നെങ്കിൽ പോലും പരാതി സ്വീകരിക്കാനോ FIR ഇടാനോ തയ്യാറായില്ല. തുടർന്ന് ACPയുടെ അല്ലെങ്കിൽ ACPക്ക് നിർദ്ദേശം നൽകുകയും ACPയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് 15-ാം തീയതി പോലീസ് FIR ഇടുന്നത്. FIRമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതികൾ പുറത്തു തന്നെയാണ്. ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ചോദിക്കുന്നത്. അതായത് തന്റെ സുഹൃത്തിന്റെ വസതിയിലേക്ക് വരുമ്പോൾ അവിടെ എത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം നടക്കുന്നത്. ബത്തേരി സ്വദേശിയാണ് ഹൈനസ്. ഇയാൾ മടിവാളിൽ കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണ്. ഇയാൾക്ക് അവിടെ ഗുണ്ടാ സെറ്റപ്പ് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഇയാളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാനുള്ള ഭയം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അതായത് പുറത്തുനിന്നും ഇത്തരത്തിലുള്ള ലോക്കൽ സപ്പോർട്ട് ഇവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മാധ്യമങ്ങളെ സമീപിക്കുകയും പിന്നീട് ഇത് വലിയ വാർത്തയാവുകയും ഇന്നിപ്പോൾ കന്നഡ മാധ്യമങ്ങളടക്കം വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനിയോടൊപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളും പറയുന്നത് ഇവരുടെ ആക്രമണം, അതായത് ഈ FIR ഇട്ടതിനു ശേഷം ഇവരുടെ വീട് കയറി 9ഓളം പേർ ഇവരെ വീട് കയറി ആക്രമിച്ചത് നിങ്ങളെ കൊന്നുകളയുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും പറഞ്ഞു എന്നാണ് ഇവർ നമ്മോട് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണമാണ് നടക്കേണ്ടത്. എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ അനാസ്ഥ കാണിക്കുന്നത്? ഈ ഹൈനസിനൊപ്പം ഉണ്ടായിരുന്ന ഹൈനസിന്റെ സുഹൃത്ത് സുരേഷാണ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12-ാം തീയതി സംഭവം ഉണ്ടായി. മെഡിക്കൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഒരു വനിതാ പോലീസിനെ വിട്ടു നൽകുകയോ അല്ലെങ്കിൽ പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ ഒപ്പം ഉണ്ടാവുകയും. ബംഗളൂരുവിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടിയും ഈ പരാതിയുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സജു പങ്കുവയ്ക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.